പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധമുള്ള ഭീകരൻ ആസിഫ് ഷെയ്ഖിൻ്റെ ത്രാലിലെ വസതിയാണിത്. ഇന്ന് പുലർച്ചെ 1 മണിക്ക് ഈ സൈന്യത്തിൻ്റെ RR അഥവാ രാഷ്ട്രീയ റൈഫിൾസ് വിഭാഗത്തിലെ സൈനികർ എത്തുകയും തുടർന്ന് ഈ വീടിന് ഏതാണ്ട് ഭാഗികമായി തന്നെ ബോംബ് വെച്ച് തകർക്കുകയും ചെയ്തിരിക്കുന്ന IED സ്ഫോടനത്തിലൂടെയാണ് ഈ വീട് തകർത്തിരിക്കുന്നതെന്നാണ് ഈ പ്രദേശത്തുള്ളവർ മറ്റും പറയുന്നത്. കഴിഞ്ഞ 2 ദിവസമായി ആസിഫ് ഷെയ്ഖിനെ തേടി ഇവിടെ വിവിധ അന്വേഷണ ഏജൻസികളും മറ്റും എത്തുന്നുണ്ടായിരുന്നു. 3 വർഷം ആസിഫ് ഷെയ്ഖ് ഈ പ്രദേശത്തേക്ക് എത്താറില്ല എന്നാണ് ഈ നാട്ടുകാരും മറ്റും പറയുന്നത്. ഈ ആസിഫ് ഷെയ്ഖ് 2018 പാകിസ്ഥാനിലേക്ക് പോവുകയും അവിടെ ഭീകരവാദ ട്രെയിനിങ് അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു എന്നുമാണ് പറയപ്പെടുന്നത്. തുടർന്ന് അദ്ദേഹം ഇന്ത്യയിലെത്തുകയും ഈ ഭീകരവാദ പ്രവർത്തനങ്ങളിൽ സജീവമായി തന്നെ ഏർപ്പെടുകയും ചെയ്തിരുന്നു എന്നാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ മറ്റും വ്യക്തമാക്കുന്നത്. ആസിഫ് ഷെയ്ഖിൻ്റെ സഹോദരി ഉൾപ്പെടെയുള്ളവർ ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അവരെയൊക്കെ തന്നെ ഇവിടെ നിന്ന് ഒഴിപ്പിച്ചതിന് ശേഷമാണ് ഈ വീടിൻ്റെ ഒരു ഭാഗം ഈ തകർത്തിരിക്കുന്നത്. പക്ഷേ ഇതിൽ 2 വേർഷൻ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതിൽ രണ്ടാമത്തെ വേർഷൻ ഈ വീട്ടിനുള്ളിൽ ഈ സ്ഫോടക വസ്തുക്കൾ ഉണ്ടായിരുന്നു. ആ സ്ഫോടക വസ്തുക്കൾ പരിശോധനയുടെ സമയത്ത് അത് ഡിഫ്യൂസ് ശ്രമിച്ചിരുന്നു. അത് പൊട്ടിത്തെറിച്ചതാണ് എന്നും പറയപ്പെടുന്നുണ്ട്. സംശയകരമായ പല വസ്തുക്കളും ഈ വീട്ടിൽ നിന്ന് കണ്ടെത്തിയിരുന്നു എന്നാണ് പറയാൻ വേണ്ടി കഴിയുന്നത്. അനന്തനാഗ് ജില്ലയിലെ ബിജ്ബിഹാരയ്ക്ക് സമീപമുള്ള ഗൗര് എന്ന ഗ്രാമത്തിലുള്ള ആദിൽ ഹുസൈൻ ടോക്കറിന്റെ വസതിയാണിത്. പാക് ഭീകരരുമായി ചേർന്ന് നിരപരാധികളായ 26 പേരെ വെടിവെച്ച് കൊല്ലുന്നതിൽ നേരിട്ട് പങ്കാളിത്തമുള്ള ഭീകരനാണ് ആദിൽ ഹുസൈൻ ടോക്കർ എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഈ ആദിൽ ഹുസൈൻ ടോക്കർ 2018 ഈ പ്രദേശം വിട്ടുപോയതാണ് എന്നാണ് ഈ നാട്ടുകാരും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും ഒക്കെ പറയുന്നത്. പക്ഷേ ഇക്കാര്യം ഈ അന്വേഷണ ഏജൻസികൾ വിശ്വസിക്കുന്നില്ല. കാരണം ആദിൽ ഹുസൈൻ ടോക്കറിന് ഇപ്പോഴും വീടുമായി ബന്ധമുണ്ട് എന്നാണ് അന്വേഷണ ഏജൻസികളുടെ പ്രാഥമികമായ നിഗമനം. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് യാതൊരു മൃദു സമീപനവും കാണിക്കില്ല എന്നതിൻ്റെ വ്യക്തമായ ഒരു സന്ദേശമാണ് കരസേനയും സൈന്യവും മറ്റ് അന്വേഷണ ഏജൻസികളും ഒക്കെ നൽകുന്നത്. നിലവിൽ ആദിൽ ഹുസൈൻ ടോക്കറിൻ്റെ അച്ഛനും അതുപോലെ തന്നെ 2 സഹോദരന്മാരും പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്. അമ്മ മാത്രമാണ് ഇവിടെ ഈ വീടിന് തൊട്ടടുത്തുള്ള ഒരു വീട്ടിലുള്ളത്. അവരോട് നമ്മൾ സംസാരിച്ചിരുന്നു. തൻ്റെ മകൻ ഈ പഹൽഗാം കൂട്ടക്കൊലയിൽ ഭീകരാക്രമണത്തിൽ ഏതെങ്കിലും തരത്തിൽ തൻ്റെ മകന് പങ്കാളിത്തമുണ്ടെങ്കിൽ അവർക്ക് വധശിക്ഷ നൽകണമെന്നാണ് അവർ ആവശ്യപ്പെട്ടത്. जी ये बोल रही है कि जो पहलगाम हमले में हमारे भाई बहन शहीद हुए हैं वहाँ पे, तो हम अफसोस करते हैं. ये भी बोल रही है कि अगर आदिल इसमें इन्वॉल्व है तो उसको पूरी से पूरी सजा दिया जाएगा. വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ നടപടികൾ സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ബിജ്ബിഹാരിൽ നിന്നും ക്യാമറാമാൻ ജഗദീഷ് വിഷ്ണുവിനൊപ്പം B ബാലഗോപാൽ, മാതൃഭൂമി ന്യൂസ്.